അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ജി നായരുടെ സഹോദരൻ ഇന്ന് വൈകിട്ട് അഹമ്മദാബാദിലേക്ക് തിരിക്കും. DNA പരിശോധനയ്ക്ക് ശേഷമാകും മൃതദേഹം വിട്ടുനൽകുക. രഞ്ജിതയുടെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ജില്ലാ ഭരണകൂടം വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും DNA പരിശോധനാ ഫലം ലഭിക്കാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്നും വീണ ജോർജ് പറഞ്ഞു. ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം അവർ പോകും. DNA സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ്. നന്ദുഷ കൂടുതൽ വിവരങ്ങൾ നൽകും. നന്ദു, അവിടെ വീട്ടിലെത്തിയ ശേഷം മന്ത്രി മടങ്ങിയോ? രഞ്ജിതയുടെ മൃതദേഹം വിട്ടുകിട്ടുന്നത് സംബന്ധിച്ച് സഹോദരങ്ങൾ DNA പരിശോധനയ്ക്കായി അവിടേക്ക് തിരിക്കുമെന്നറിയുന്നു. പക്ഷേ DNA പരിശോധനാ ഫലം വന്ന് മൃതദേഹമൊക്കെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഒരു 3-4 ദിവസമൊക്കെ എടുത്തേക്കുമെന്നാണോ അറിയുന്നത്? ദിവ്യ, ഉച്ചയോടെയാണ് ആരോഗ്യമന്ത്രി രഞ്ജിതയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. രഞ്ജിതയുടെ കുടുംബാംഗങ്ങളുമായി ആരോഗ്യമന്ത്രി ദീർഘനേരം സംസാരിച്ചു. അവരുടെ വിഷമത്തിൽ പങ്കുചേർന്നു. ആരോഗ്യമന്ത്രി അതിവൈകാരികമായ രംഗത്തിലൂടെയായിരുന്നു ആ സമയം കടന്നുപോയത്. ആരോഗ്യമന്ത്രിയും കുടുംബാംഗങ്ങളോടൊപ്പം പൊട്ടിക്കരയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് മാധ്യമപ്രതികരണം നടത്തി രഞ്ജിതയുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നതായും മൃതദേഹം എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്നും അഹമ്മദാബാദിലെ സ്പെഷ്യൽ ഓഫീസറുമായി ജില്ലാ കളക്ടർ നിരന്തരം കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. അതോടൊപ്പം രഞ്ജിതയുടെ ഇളയ സഹോദരൻ ഇന്ന് DNA പരിശോധന നടപടികൾക്കായി ഇന്ന് അഹമ്മദാബാദിലേക്ക് തിരിക്കുന്നുണ്ട്. പരിശോധനയ്ക്കായി സാമ്പിൾ നൽകിയാൽ 72 മണിക്കൂറോളമാണ് ഫലം വരാനായി കാത്തിരിക്കേണ്ടതായിട്ടുള്ളതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ആ കാലതാമസം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള നടപടികളൊക്കെ തന്നെ വളരെ പെട്ടെന്നായിരിക്കുമെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാവിലെ മുതൽ തന്നെ രഞ്ജിതയുടെ വീട്ടിലേക്ക് വലിയ പൊതുജന പ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മതമേലധ്യക്ഷന്മാരും ജനപ്രതിനിധികളും രഞ്ജിതയുടെ സഹപാഠികളും സഹപ്രവർത്തകരുമൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രാവിലെ മുതൽ തന്നെ നല്ല മഴയുമുണ്ട്. ഈ മഴയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ജനക്കൂട്ടം ആ വീടിൻ്റെ ചുറ്റും തടിച്ചു കൂടിയിരിക്കുന്നത്. മൃതദേഹം പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ. എന്നിട്ടും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരാനായി ഒരു വലിയ ജനാവലി തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തി എന്ന് പറയുമ്പോൾ എത്ര ജനഹൃദയങ്ങളിലായിരുന്നു രഞ്ജിത സ്വീകാര്യമായിരുന്നു എന്നതിന് തെളിവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ജനക്കൂട്ടം സൂചിപ്പിച്ചത്. അതിനുശേഷം കോന്നി MLA KU ജിനീഷ് കുമാർ ഇവിടേക്ക് എത്തി, മതമേലധ്യക്ഷന്മാരെത്തി. അതോടൊപ്പം പത്തനംതിട്ട MP ആന്റോ ആൻ്റണിയും ഇപ്പോൾ രഞ്ജിതയുടെ വീട്ടിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഈ വീട്ടിലുണ്ട്, കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. MP എന്ന നിലയിൽ രഞ്ജിതയുടെ മൃതദേഹം പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്ന് അദ്ദേഹം ആന്റോ ആൻ്റണിയും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനായി രഞ്ജിതയുടെ സഹോദരനാണോ അഹമ്മദാബാദിലേക്ക് തിരിക്കുന്നത്? അതേ ദിവ്യ, രഞ്ജിതയുടെ സഹോദരനാണ് അഹമ്മദാബാദിലേക്ക് തിരിക്കുന്നത്. ഇളയ സഹോദരനായിട്ടുള്ള രതീഷ് ആണ് അഹമ്മദാബാദിലേക്ക് തിരിക്കുന്നത്. രഞ്ജിതയുടെ ഒരു മൂത്ത സഹോദരൻ രഞ്ജിത്ത് എന്ന ആളും അല്പസമയത്തിനുള്ളിൽ നാട്ടിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഇന്ന് നാട്ടിലെത്തും. അങ്ങനെയെങ്കിൽ 2 സഹോദരന്മാരും കൂടിയാകും അഹമ്മദാബാദിലേക്ക് പോവുക എന്നും ജില്ലാ ഭരണകൂടത്തിന് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം അഹമ്മദാബാദിലേക്ക് പോകുന്ന രഞ്ജിതയുടെ സഹോദരങ്ങളുടെ തിരിച്ചറിയൽ രേഖകളുടെ സൂക്ഷ്മ പരിശോധനകൾ കളക്ടറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് പൂർത്തിയായതായിട്ടാണ് വിവരം. അതായത് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ഈ DNA പരിശോധനയ്ക്കായി സഹോദരങ്ങൾക്ക് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നിലവിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. വൈകുന്നേരത്തോടു കൂടി ഈ 2 സഹോദരന്മാരും, അല്ലെങ്കിൽ മൂത്ത സഹോദരൻ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇളയ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്നാണ് ഇന്നലെ ജില്ലാ കളക്ടറും ഇപ്പോൾ ആരോഗ്യമന്ത്രിയും നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ദിവ്യ, ശരി.